അപ്പൊ നമ്മള് ഡ്രൈവർ ഇല്ല, കാറ് വിളിക്കാൻ പോവാണ്. വിളിച്ചോളി. ഓക്കെ കൊടുത്താ? എത്രയാണ് ഇത്? ഉറപ്പല്ലേ ഡ്രൈവർ ഇല്ല എന്നുള്ളത്? ഷഞ്ചലിലെ ഒരു ആപ്പാണ് ദീദി ആപ്പ്. അത് ഇതെന്താണ്? ഇത് ടോണി പൈലറ്റ്, പോണി പൈലറ്റ്. പോണി പൈലറ്റ് വരണ്ട. എത്രയാണ് ചാർജ്? എത്രയാണ്? 12.5 RMB. 12.5 RMB ഒരു കാറ് വിളിച്ചിട്ട് ഡ്രൈവർ ഇല്ലാത്ത കാറ് ലെക്സസ് ആണ്. അത്ര മാഷാ അല്ലാ, ഒരു ലെക്സസ് കാറ് ആണ് വരുന്നത്. ഞങ്ങൾ ഇപ്പൊ ഉള്ളത് പറഞ്ഞുതരാ, ടൊയോട്ട അല്ല റോൾസ് റോയ്സ് കാറിന്റെ ഷോറൂമിന്റെ മുന്നിലാണ് ഉള്ളത്. ഇതാണ് കിടക്കുന്ന റോൾസ് റോയ്സ് കാറ്, രാജകീയ. അതും EV കേട്ടാ, റോൾസ് റോയ്സിന്റെ EV ആണ്. EV ഷോറൂമിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്, കാത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. പിന്നെ ആകെ 3 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റൂട്ടോ. 4 സീറ്റ് ഉണ്ടെങ്കിലും മുന്നില് ബാക്കില് 3 പേര്, മുന്നില് 2 പേര്, ഡ്രൈവറും എടുത്തൊരാളും. രണ്ടും ഉണ്ടാവില്ല, ഇരിക്കാൻ പാടില്ല. ബാക്കില് 3 പേർക്ക് ഇരിക്കുക. ഞങ്ങൾ 3 പേരുണ്ട്, ഞാനും ഭാര്യയും മോനും ഉണ്ട്. കാറ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഡ്രൈവർ ഇല്ലാത്ത വണ്ടി. ഏത് വഴിയാ കയറേണ്ടത്? ഇത് മാറി കൊടുത്താളാം. ആ പോണത് എവിടെയാണ്? അതിൽ ആളില്ലല്ലോ. ഒരു ബമ്മക്കുട്ടി, ഒരു പാവക്കുട്ടി ഉണ്ട് അവിടെ. ഓടുകയാണ് ഞങ്ങള്. അവിടെ സൈഡാക്കി വേണ്ടാ. അതാണ് മക്കളെ ലെക്സസ് നമ്മളെ വണ്ടി. എവിടുന്നാണ് എടുക്കേണ്ടത്? എന്റെ ഈ സൈഡ് കൂടെ തന്നെ. ബാക്കിലല്ലേ? ബാക്കില് ഫ്രണ്ടിലെ സീറ്റ് ഉണ്ടാവില്ല. ഏതായാലും നല്ല മഴക്കാറാണ്. ഈ നേരത്താണ് ഇപ്പൊ ഈ ചങ്ങായി വന്നേക്കണത്. ലെക്സസ് അവിടെ സാധനം ഒരു വണ്ടിയില് ഡ്രൈവറെ സീറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ സ്റ്റാരിങ്ങിൽ ആരുമില്ലല്ലോ. ഇവിടെ ഒരു പാവേനെ കൊണ്ടുവച്ചെങ്കിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിട്ട്. എന്താ കഥ. ഇപ്പൊ ട്രാഫിക്കിൽ നിൽക്കുകയാണ് ഞങ്ങള്. എല്ലാം ഉണ്ട്, ഫുള്ള് സെൻസറിൽ. ഈ ഒരു സാധനത്തിലാണ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കിടക്കണ മക്കളെ. ട്രാഫിക് ഇട്ട് അപ്പൊ എങ്ങനെ ഈ ട്രാഫിക്കിൽ ഇത് അവിടെ അറിഞ്ഞല്ലേ? കാരണം അപ്പൊ നമ്മളെ ടെസ്ലയിനൊക്കെ ഇപ്പൊ ലെക്സസ് ഈ രീതിക്ക് അത് EV അല്ലത്? ഇവനോ എഞ്ചിനാ? ഉണ്ട്. ആക്സിലേറ്റർ ശരിക്കും കൊടുക്കുന്നുണ്ട്. അടച്ചോനെ അതാ തിരിക്കുന്നു കണ്ട. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കാതെ എന്താ ഇവിടെ നിർത്തി? ഇത്ര ദൂരം നിർത്തണ കുറച്ചുകൂടി മുന്നോട്ട് നിർത്തടാ. എന്തോരം ഇതിലല്ലോ ദൂരെ പോയി നിർത്തിയത്. ട്രാഫിക്കാണ് അവിടെ. എന്താ? അതെ കുറച്ചുകൂടി ആണ് നിർത്തിട്ടാ. ട്രാഫിക്കാണ്. ചവിട്ട് വലത്തോട്ടാണല്ലേ? എന്നാ പോട്ടെ. ഈ വെറി ചെറിയ ഇടായിക്കൂടിയൊക്കെ പോണത്. അടച്ചവനെ സമ്മതിക്കണം കേട്ടോ. നല്ല സ്പീഡാട്ടോ. ടെക്നോളജി എവിടം വരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് സത്യത്തിൽ ഇതിനല്ലേ അപകടമില്ലാതെ പിന്നെ സേഫായിട്ട് നമ്മളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോണത്. ഇത് കള്ളം പറയില്ല, അങ്ങോട്ട് നോക്കൂല, വീടി വലിക്കൂല, മുറുക്കാൻ തിന്നൂല, സീറ്റ് ബെൽറ്റാതെ പോകൂല, അമിത വേഗതയിൽ പോകൂല, ഓൺ അടിക്കൂല, ആരും ഡിസ്റ്റർബ് ചെയ്യൂല, ട്രാഫിക്കിൽ ലംഘനം ഉണ്ടാവൂല, ട്രാഫിക്കിൽ മഞ്ഞല് അവർ ശ്രദ്ധിക്കും, മുന്നിലെ വണ്ടിയുടെ ഡിസ്റ്റൻസ് പാലിക്കും, എല്ലാം സത്യസന്ധമായി ഇവർ ചെയ്യും. ഉറപ്പല്ലേ? അപ്പൊ അപകടം ഉണ്ടാവുമോ? ഇനി മനുഷ്യന് റോട്ടിൽ കൂടി നടന്നത് കണ്ണും ചിമ്മി ഓടുകയോ അങ്ങനെ എന്തെങ്കിലും ചാടുകയോ ചെയ്യുമ്പോൾ ഇതിന് സഡൻ ബ്രേക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. ഈ വണ്ടിക്ക് നല്ല വിലയാണ്. പക്ഷെ നമ്മളെ റേഡിന് ആകെ നമ്മൾ ഇത്ര 12 കൊടുത്ത് 12 RMB പറഞ്ഞ ഒരു 150 റുപ്യാണ് ഇപ്പൊ ആകെ ഇതിന് കൊടുത്തിട്ടുള്ളൂ. 3 കിലോമീറ്റർ 2 കിലോമീറ്റർ യാത്രയുണ്ട്. ഇത് ടൗണിന്റെ എല്ലാ ഭാഗത്തേക്കും ഇല്ല കേട്ടോ. ഇല്ലല്ലോ, എല്ലായിടത്തൊന്നുമില്ല. അവര് റൂട്ട് ചെയ്ത കുറച്ച് ഏരിയ മാത്രമേ ഇത് പ്രവർത്തിക്കുന്നുള്ളൂ. പോണ ഓരോ കാറും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ അടുത്ത് കൂടി പോണ കാർ ഇപ്പൊ ആരുമില്ല. ഉണ്ടോ? നമ്മൾ മാത്രമാണ് ഈ ട്രാഫിക്കിൽ ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള. അതാ പോയി അങ്ങോട്ട്. ആ സ്റ്റാരിങ് ഒക്കെ എന്ത് കൃത്യമായിട്ട് തിരിക്കണു. അപ്പൊ അപ്പുറത്തൊക്കെ കാറുണ്ട്. വടക്കുണ്ട്, ഇഷ്ടം പോലെ കാറുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് വാവ് കറക്റ്റ് ഉണ്ട് തിരിച്ചെടുത്തിട്ടോ. എന്താ ഒരു ആക്യുറേറ്റ് ആയിട്ടാണ് പോണത്. എന്ത് സംവിധാനമാണ്. ലൈൻ ചേഞ്ച് ചെയ്യുന്നു. എത്ര ക്യാമറയാണ്. ഞാൻ അതൊക്കെ ഒന്ന് നോക്കട്ടെ. ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ക്യാമറ, ഇവിടെ വേറൊരു ക്യാമറ, ഈ മൂലയില് 3 ക്യാമറ. ഒന്ന് അങ്ങോട്ട്, രണ്ടെണ്ണം അങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്, 3 ക്യാമറ. അപ്പോ ഉള്ളിലത്തെ ക്യാമറകളാണത്. പിന്നെ ആ കോർണറിൽ കിടക്കുന്നത് ഒരു ക്യാമറ വേറെ. അതാ നമ്മളെടുക്കണമെന്ന് അറിയില്ല. പിന്നെ ഇപ്പൊ എന്താണ് ഇതിൽ നല്ല ഒരു അഡീഷണൽ ഒരു ബോർഡ്, ഒരു ഡിസ്പ്ലേ ഇവിടെ. പിന്നെ ഇതിലിപ്പോ അങ്ങനെ പറയത്തക്ക ഒരു ലെക്സസ് കാറിന്റെ സിസ്റ്റം ഇതിനുള്ളൂ.
പിന്നെ 2 കിടില മോണിറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ അതിന്റെ കംപ്ലീറ്റ് ഓരോ വണ്ടിയും കടന്നു പോകുന്ന പിന്നെ ഒരു പ്രത്യേക, എനിക്ക് തോന്നുന്നു ഇത് തെർമൽ ക്യാമറ എന്തോ ആണ് വെച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് അതൊരു സോഫ്റ്റ്വെയറിൽ അങ്ങനെ ചെയ്താൽ അറിയില്ല. അതായത് ഒരു വിമാനത്തെ പോലെ ഒരു മെനു ഉണ്ട് അല്ലേ, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത്. നല്ലൊരു കാർഡാണ്. പടച്ചോനെ കൊടുത്ത് കിട്ടി എന്ത് ടേണിംഗ് ആണിത്. പിടുത്തം വിട്ട ഓടി വിട്ടാ ഈ കണ്ടില്ലേ കിട്ടി എനിക്ക്. കറക്റ്റ് യൂട്ടം പടപടാച്ചിട്ടെടുത്തു. ഒരാൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര കോൺഫിഡൻസോടെയാണ് ഇപ്പൊ അതെടുത്തത്. അതേ ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ട് അടുക്കൂടി. ഇയാൾ എന്ത് സ്ലോ ആക്കി കൊടുത്ത് സ്ലോ ആക്കി. അതൊക്കെ ഓക്കെയാണ്. മനുഷ്യ അതാ മുന്നിലൊരു കാർ നിർത്തിക്കണ്, അതിനൊക്കെ ഓവർടേക്ക് ചെയ്തെടുത്ത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ സ്ഥലത്തിയല്ലോ. താങ്ക് യു. ഇറങ്ങിക്ക, നമ്മളെ സ്ഥലത്തി. ജീവിതത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ഒരു ടാക്സി വിളിച്ചു ചൈനയിലെ ഷെൻജൻ പട്ടണത്തിലൂടെ. ഞാനും ഭാര്യയും മോനും ജീവിതത്തിൽ ആദ്യം കേട്ടോ ഈ ഒരു അനുഭവം. ഡോറൊക്കെ അടിച്ചു കൊടുക്കണ്ടേ? ഡ്രൈവറുടെ കുറ്റം പറഞ്ഞോളി. മക്കളെ എന്താ സാധ മക്കളെ, ഇത് ടെസ്റ്റ് ഒന്നുമല്ല. ലെക്സസിനും ലെക്സസിനും ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ പിന്നെ ലോകത്ത് ഇനി ഡ്രൈവർ ഇല്ലാത്ത ഒരു കാർ തീർച്ചയായിട്ടും വരും. ഒരു ഡ്രൈവറെ ജോലിയും പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഏതായാലും എന്തുകൊണ്ടും പോണില്ല. പോകൂലേ? പോയിക്കോളും. ഇനി എന്തേലും പറയേണ്ടി വരോ? പോയിക്കോ. ഗുഡ് ബൈ. പോയി. അപ്പൊ ഏതായാലും ഈ